അല്ല, ഞാൻ പറഞ്ഞു ഇതൊരു സെറ്റ് പ്രൊസീജിയറാണ്. കാലങ്ങളായി കോൺഗ്രസ് പാർട്ടിയിൽ നടക്കുന്ന ഒരു ഇതാണ്. തെരഞ്ഞെടുപ്പ് ജയിച്ചു വന്നാൽ തിരഞ്ഞെടുക്കപ്പെട്ട എംഎൽഎമാരുടെ അഭിപ്രായം തേടുക എന്നുള്ളത് ഹൈക്കമാൻഡ് അയക്കുന്ന നിരീക്ഷകർ അവരുടെ അഭിപ്രായം തേടുക എന്നുള്ള നോർമൽ പ്രോസസ്സാണ്. അതിൻ്റെ അകത്ത് ഇത്ര വലിയ ആകാംക്ഷയുടെ കാര്യമാണെന്ന് എനിക്ക് തോന്നുന്നില്ല. ഇതൊരു ദേശീയ പാർട്ടി എന്ന നിലയിൽ എത്രയോ കാലമായി നമ്മൾ ഇത് ചെയ്യുന്നൊരു പ്രോസസ്സാണ്. അവരുടെ അഭിപ്രായം തേടും. ഞങ്ങളെല്ലാവരും പോകും, കാണും, ഒറ്റയ്ക്ക് കാണും. സാധാരണ ഇതിൽ അങ്ങനെ തന്നെയാണ്. ഒറ്റയ്ക്ക് കണ്ട അഭിപ്രായം ചോദിക്കും, പറയാനുള്ള കാര്യം അവിടെ പറയും, അവരെ നോട്ട് ചെയ്യും, അവർ ഹൈക്കമാൻഡിനെ അറിയിക്കും. ഹൈക്കമാൻഡ് നേതാക്കന്മാരുടെ അഭിപ്രായം മനസ്സിലാക്കും എന്നാണ് ഞാൻ അറിഞ്ഞിട്ടുള്ളത്. അപ്പോൾ അത് വെച്ച് അവരൊരു തീരുമാനം എടുക്കും. അതാണ് പാർട്ടി തീരുമാനം. ഇത് അഭിപ്രായ ഭിന്നത എന്ന നിലയിൽ നിങ്ങളത് എൻ്റെ ഒരു വിനീതമായ അഭ്യർത്ഥന, അത് ഞങ്ങളൊരു 10 വർഷങ്ങൾക്ക് ശേഷം ഈ ജയം എന്ന് പറയുന്നത് നിങ്ങളൊരു കാര്യം മനസ്സിലാക്കണം. UDFന്റെ ജയം, കോൺഗ്രസിന്റെ ജയം എന്ന് പറയുന്നത് ആയിരക്കണക്കിന് കോൺഗ്രസ് പ്രവർത്തകരുടെയും യൂത്ത് കോൺഗ്രസ് KSU പ്രവർത്തകരുടെയും ഒക്കെ കഠിനാധ്വാനത്തിൻ്റെയും സഹനത്തിൻ്റെയും ത്യാഗത്തിൻ്റെയും പോരാട്ടത്തിൻ്റെയും വിജയമാണ്. പാർട്ടി 10 വർഷങ്ങൾക്ക് ശേഷം, മുന്നണി 10 വർഷങ്ങൾക്ക് ശേഷം ജയിച്ചു വന്ന ഒരു തെരഞ്ഞെടുപ്പാണ്. എല്ലാവരും വലിയ അപ്പം ഞാൻ പറഞ്ഞ മാധ്യമങ്ങളാണെങ്കിലും ഇതിൻ്റെ അകത്ത് വലിയൊരു ആശയക്കുഴപ്പമുണ്ട്, വലിയൊരു ഭിന്നതയുണ്ട് എന്ന നിലയിൽ അങ്ങനെ നിങ്ങളൊരു അന്തരീക്ഷം സൃഷ്ടിക്കുന്നത് ശരിയല്ല. കാരണം സ്വാഭാവികമായിട്ടും അഭിപ്രായങ്ങൾ ഇപ്പോൾ ഞാൻ പറഞ്ഞ MLA-മാരെല്ലാവരും 63 പേരും ഒരേ അഭിപ്രായം പറഞ്ഞോളുന്നില്ല. 63 പേർക്ക് ഒരേ അഭിപ്രായം ആയിക്കൊള്ളുന്നില്ല. ഒരു പാർട്ടിയാണ്, ഞങ്ങൾ ജനാധിപത്യ പാർട്ടിയാണ്. ഇപ്പം BJP നടക്കും പോലെ ഒരു കടലാസ് തുണ്ട് കുറിച്ചുകൊണ്ടെന്ന് ആരെങ്കിലും പറയുമ്പോൾ കേൾക്കുമല്ല. CPM പറയുന്നത് പോലെ പിണറായി വിജയന് തിരുവാക്കി എതിർവായി ഇല്ല എന്ന് പറഞ്ഞ ഒരു അവസ്ഥയല്ല ഉള്ളത്. പക്ഷേ സ്വാഭാവികമായിട്ട് അഭിപ്രായങ്ങളുണ്ടാവും. അഭിപ്രായം പറയാനുള്ള അവസരം ഇപ്പം ഉണ്ടല്ലോ. അതായത് എല്ലാവർക്കും അല്ലെന്ന് ഞാനും സതീശേട്ടനെ കണ്ടു, ഞാനും നേതാക്കന്മാരെ കണ്ടു, ഞാൻ രമേശിയെ കണ്ടു, ഞാൻ KC വേണം, അതിൻ്റെ അർത്ഥം പിന്തുണ ഉറപ്പാക്കാനാണ്. അങ്ങനെയല്ല, ഞങ്ങളുടെ നേതാക്കന്മാരല്ലേ. ഞാൻ ഡൽഹി പോയി KC വേണോവാനെ കണ്ടത് വലിയ ഞങ്ങളുടെ പാർട്ടിക്ക് ഞങ്ങളുടെ നേതാക്കന്മാർ ഞങ്ങളുടെ MLA-മാർക്ക് കാണണ്ടേ? അത് കാണുന്ന പോലും വലിയ തെറ്റായിട്ട് നിങ്ങൾ പറഞ്ഞതിന് MLA-മാരിൽ തന്നെയാണ് മുഖ്യമന്ത്രിയായിട്ട് വരിക. പക്ഷേ ഇത്തവണ ഇപ്പോൾ പറഞ്ഞു കേൾക്കുന്നത് കേസ് മുഖ്യമന്ത്രി സ്ഥാപിക്കുന്നത് MP-മാർ മത്സരിക്കേണ്ട തീരുമാനമെടുത്തതാണ്. അല്ലെന്നേ ഞാൻ പറയുന്നത്, നിങ്ങൾ പറഞ്ഞ സാധാരണഗതിയിൽ നിന്നല്ല. സാധാരണഗതി ഒരു ഗതിയുള്ളൂ, പാർട്ടി തീരുമാനിക്കുന്ന ആൾ മുഖ്യമന്ത്രിയാണ്. അതാണ് സാധാരണഗതി. അല്ലാണ്ട് അതിൻ്റെ വേറെ യാതൊരു സാധാരണഗതിയില്ല. ഇത് ഞാൻ പറയട്ടെ, ഇത് ഒരു പാർട്ടിയുടെ ഒരു മാൻഡേറ്റ്, പാർട്ടിയുടെ ഒരു വിജയമല്ലേ? 10,000-കണക്കിന് പ്രവർത്തകരുടെ അധ്വാനത്തിൻ്റെ വിജയമല്ലേ? ഞാൻ പറയുന്നത് ഒരു ദിവസം കൊണ്ട് ഉണ്ടായി വന്നല്ല. ഇതേതെങ്കിലും ഒരു സുപ്രഭാതത്തിൽ ആരെങ്കിലും ഒരു മാജിക് സ്റ്റിക്ക് വീശി ഉണ്ടാക്കിയതല്ല. 10 വർഷത്തെ കഠിനാധ്വാനമാണ്. എത്രയോ ഞങ്ങളുടെ പ്രവർത്തകർ അടികൊണ്ട് ചോരയൊഴുകി, എത്രയോ ഞങ്ങളുടെ പ്രവർത്തകർ ജയിലിൽ പോയി. അവരുടെയൊക്കെ വേദനയും വിഷമവും സഹനവും ത്യാഗവും ചെറുതാണോ ഈ പാർട്ടിക്കകത്ത്? ഞാനൊക്കെ MLA കുപ്പായിട്ട് MLA ആയി ഇങ്ങനെ നിൽക്കുകയാണ്. 1000-കണക്കിന് 10,000-കണക്കിന് ഈ പാർട്ടി കൊണ്ട് ഒന്നും കിട്ടാത്ത പ്രവർത്തകരുടെ അധ്വാനവും വേർപ്പും ചോരയുണ്ട് ഇതിൻ്റെ അകത്ത്. അവരെ സംരക്ഷിക്കുന്ന പാർട്ടിയാണിത്. അതുകൊണ്ട് ഞാൻ പറയുന്നു, ദയവ് ചെയ്ത് നിങ്ങൾ കോൺഗ്രസിനെ പ്രതിസന്ധിയിലാക്കരുത്. ഈ പാർട്ടിക്ക് ഒരു ദേശീയ പാർട്ടിയാണ്. ഒരുപാട് മുഖ്യമന്ത്രിമാരെയും പ്രധാനമന്ത്രിമാരെയും തീരുമാനിച്ച പാർട്ടിയാണ്. ഈ പാർട്ടിക്കകത്ത് നീതിബോധത്തോടു കൂടിയുള്ള ഒരു തീരുമാനം ഉണ്ടാകത്തുള്ളൂ. അതിനുള്ള ശേഷി നിലവിലെ നേതൃത്വത്തിനുണ്ട്. നിങ്ങൾ ദയവ് ചെയ്ത് ആ പ്രക്രിയ അവർക്ക് വിടണം. ഞാൻ നിങ്ങളെ കുറ്റം പറയുന്നതല്ല. അവര് എനിക്കറിയില്ല എവിടെയാ. ഞാൻ ചോദിക്കട്ടെ, അത് മുസ്ലിം ലീഗൊക്കെ ഞാൻ പറയണേ, മുസ്ലിം ലീഗ് എന്ന് പറഞ്ഞാൽ UDFന്റെ നട്ടെല്ലാണ്. എപ്പോഴൊക്കെ UDFനോ അല്ലെങ്കിൽ ഈവൻ കോൺഗ്രസിനോ പ്രതിസന്ധി ഉണ്ടായിട്ടുണ്ട്, അപ്പോഴൊക്കെ ആ UDFന്റെ കെട്ടുറപ്പിന് വേണ്ടി മുന്നിട്ടിറങ്ങി പ്രവർത്തിച്ചിട്ടുള്ളതാണ്. മുസ്ലിം ലീഗിന് എപ്പോഴൊക്കെ മുസ്ലിം ലീഗിനെ ഈ തെരുവിൽ ആക്രമിക്കപ്പെട്ടിട്ടുണ്ടോ അല്ലെങ്കിൽ മുസ്ലിം ലീഗിനെതിരെ രാഷ്ട്രീയ ആക്രമണം ഉണ്ടായിട്ടുണ്ടോ, അപ്പോഴൊക്കെ മുസ്ലിം ലീഗിന്റെ നേതാക്കന്മാർക്കും പ്രതിരോധം തീർത്ത പാർട്ടിയാണ് കോൺഗ്രസ്. രണ്ടുപേരും സഹോദരങ്ങളെ പോലെ അത്ര ഐക്യത്തിലും ഇഴയടുപ്പത്തിലും പോകുന്ന പാർട്ടിയാണ്. അവരെന്തെങ്കിലും ഞാൻ ചോദിക്കട്ടെ, മുസ്ലിം ലീഗിന്റെ നിയമസഭാ കക്ഷി നേതാവ് ഇന്ന ആളാകണമെന്ന് കോൺഗ്രസ് പറയുമോ? കേരള കോൺഗ്രസിന്റെ നിയമസഭാ കക്ഷി നേതാവ് ഇന്ന ആളാകണമെന്നാണ് ഞങ്ങളുടെ താല്പര്യം കോൺഗ്രസ് ആരോടും പറയൂ? അല്ലെങ്കിൽ RSPയുടെ നേതാവ് ഇന്ന ആളാകണം, RSPയുടെ മന്ത്രി ഇന്ന ആളാകണം, കേരള കോൺഗ്രസിന്റെ മന്ത്രി ഇന്ന ആളാവുന്നതാണ് നല്ലത്, മുസ്ലിം ലീഗിന് അങ്ങനെ ആരും പറയുമോ? അങ്ങനെ പറഞ്ഞിട്ട് ഡോണ്ട് മേക്ക് കൺഫ്യൂഷൻസ്. അത് ഞാൻ പറയുന്ന ഞാൻ ആശയവിനിമയങ്ങൾ ഒരു UDF ഒരു മുന്നണി സംവിധാനത്തിൽ നടത്തുന്നതിന് നിങ്ങളതിനെ തെറ്റായി വ്യാഖ്യാനിക്കരുത്, തെറ്റായൊരു ചിത്രം കൊടുക്കരുത്. ഞാൻ പറഞ്ഞില്ലേ, ഈ വിജയം എന്ന് പറയുന്നത് ആരും മറക്കരുത്. ഇത് പാർട്ടിയുടെ വിജയമാണ്, ഇത് മുന്നണിയുടെ വിജയമാണ്. ആ വിജയത്തിന്റെ മാറ്റു കുറയ്ക്കുന്ന ഒരു നടപടി ആരുടെ ഭാഗത്തുനിന്നുണ്ടായിരുന്നു? പാർട്ടി സ്നേഹമുണ്ട് എന്ന് പറഞ്ഞാൽ പ്രകടിപ്പിക്കേണ്ട സമയം ഇപ്പോഴാണ്.
പാർട്ടിക്ക് പോറലേക്കാതെ, പാർട്ടിക്ക് വേദന ഉണ്ടാകാതെ, പാർട്ടിക്ക് പ്രയാസം ഉണ്ടാകാതെ തീരുമാനമെടുക്കാൻ നേതൃത്വത്തെ അനുവദിക്കുക എന്നുള്ളതാണ്. ഞാൻ പറഞ്ഞത് സ്വാഭാവികമായിട്ടും ഒരു ജനാധിപത്യ സംവിധാനം, ജനാധിപത്യ പാർട്ടി എന്ന നിലയിൽ ഏറ്റവും നീതിയുക്തമായ ജനാധിപത്യപരമായ തീരുമാനമേ ഉണ്ടാകത്തുള്ളൂ എന്ന ഉറച്ച വിശ്വാസം ഞങ്ങൾക്കുണ്ട്. അതുകൊണ്ട് കോൺഗ്രസിന് ഒരു പ്രതിസന്ധി കാര്യം ഉണ്ടാവില്ല. ഞാൻ പറഞ്ഞില്ലേ, അവർ അഭിപ്രായങ്ങൾ ഞങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ ഷെയർ ചെയ്യാറുണ്ടല്ലോ, എന്തോരം കാര്യങ്ങളുണ്ട്. പക്ഷേ ഇതിൻ്റെ അകത്തെല്ലാം നമ്മൾ ഫോളോ ചെയ്യുന്ന ഒരു പ്രോട്ടോകോൾ ഉണ്ട്. ആ പ്രോട്ടോകോൾ ആരും അതിനൊരു ഒരു ലക്ഷ്മണരേഖയുണ്ട്. ആ ലക്ഷ്മണരേഖ ആരും ക്രോസ് ചെയ്യാറില്ല, ക്രോസ് ചെയ്യത്തില്ല. അത് രാഷ്ട്രീയ മര്യാദയാണ് അങ്ങോട്ടും ഇങ്ങോട്ടും കാണിക്കുന്നത്. ഓക്കെ, മോർ ദാൻ അല്ല, ഓഫ് കോഴ്സ്. ഐ മീൻ, അദ്ദേഹം പ്രതിപക്ഷ നേതാവല്ലേ, അദ്ദേഹത്തിന് പ്രതിപക്ഷ നേതാവ് ദൗത്യമില്ലേ, അദ്ദേഹം നിർവഹിച്ചിട്ടുണ്ട്. സംശയം he has done his job very well. Okay, thank you.